എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. പാലക്ക് തേങ്ങയൊക്കെ അരച്ച് തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതിപ്പോൾ ഏത് ചീര വെച്ച് വേണം നമുക്ക് ഇതേ രീതിയിൽ കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. കറിക്ക് വേണ്ടിയിട്ട് പരിപ്പ് ആദ്യം തന്നെ വേവിച്ചെടുക്കണം. തൂരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ഒരു അരക്കപ്പിൽ താഴെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചീരയാണ്. പാലക് ചീരയാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കതും ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്ത് വയ്ക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട. നമ്മുടെ പാലക്കിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നോളും. നമുക്ക് നല്ലപോലെ മിക്സാക്കിയ ശേഷം അത് വേവിക്കാം. പാലക്കൊക്കെ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും നല്ലപോലെ അരച്ചെടുക്കാം. പാലക്കും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തേങ്ങയുടെ അരപ്പാണ്. തേങ്ങയും ജീരകവും കൂടി ചേർത്ത് അരച്ച അരപ്പ് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. കറി നന്നായിട്ട് തിളച്ചിട പാകത്തിന് ഇടയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കും. അതാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കടുകും ഉണക്കമുളകും ചെറിയുള്ളിയും ഒക്കെ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പില നമ്മൾ ഇലക്കറികൾ സാധാരണ ചേർക്കാറില്ല. അപ്പോൾ ചേർക്കണമെന്നുള്ളവർക്ക് കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയുള്ളിയും കടുകും ഉണക്കമുളകുമാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. കടുകും മുളകും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പാലക്ക് തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഏത് ചീര വെച്ച് വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ കറി തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയ ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.